Hi everyone. Now we discuss about module 2 of Tourism Resource of Kerala. The main topics are ancient trade and cultural contact, caste hierarchy, Marumakatayam, English colonialism, cultural progress in the native states of Travancore, Cochin and Malabar, Kerala Renaissance and anti-colonial movements. These are the topics discussed in module 2. And now we discuss about ancient trade and cultural contact, caste hierarchy and Marumakatayam in Kerala. And ancient trade and cultural contact. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഹാസ് കോണ്ടാക്ട് വിത്ത് മെനി അതർ സ്റ്റേറ്റ്സ്. ഇതിൽ ഈ സ്പൈസ് റൂട്ട് ആണ് കാണിക്കുന്നത്. ബ്ലൂ ഷെയ്ഡിൽ കാണിക്കുന്നത് സ്പൈസ് റൂട്ട് ആണ്. ദാറ്റ് മീൻസ് സ്പൈസസ് ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ലോകത്തിലെ വിവിധ സ്ഥലങ്ങളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യൻ ഓഷൻ കേരള തീരത്തെ ഏറ്റവും താഴത്തെ പോർഷനിൽ ഒരു പോർട്ട് കാണിക്കുന്നുണ്ട്. ആ പോർട്ട് എന്ന് പറയുന്നത് യൂറോപ്പുമായിട്ടും അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിട്ടും അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള കോണ്ടാക്റ്റും എല്ലാം ഈ കേരളത്തുമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. എവിടുന്നും വന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇന്ത്യ മാറിയിരുന്നു എന്ന് തന്നെ പറയാം. ഈ റെഡിങ്കിൽ കാണിച്ചിരിക്കുന്ന ലാൻഡ് റൂട്ടാണ്, അത് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ലാൻഡ് റൂട്ടാണത്. നമ്മൾ നോക്കുവാണെങ്കിൽ സുമേറിയൻസും ബാബിലോണിയൻസും 3000 BC അല്ലെങ്കിൽ 3rd സെഞ്ചുറിയിൽ ഇവിടെ ട്രേഡ് റിലേഷൻ നടത്തിയിട്ടായിട്ട് നമുക്ക് അറിയാൻ പറ്റും. മെയിൻ കൺട്രീസ് എന്ന് പറയുന്നത് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത് ഫിനീഷ്യൻസ്, ഗ്രീക്ക്, റോമൻ, ജൂസ്, അറബ്സ് ആൻഡ് ചൈനീസ്. ഇത്രയും ആൾക്കാരുമായിട്ടായിരുന്നു നമുക്ക് മെയിനായിട്ടും ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നത്. ആൻഡ് മെയിൻ ഐറ്റംസ് എന്തൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈസസും കോട്ടൺ ഫാബ്രിക്സും ആണ്. സ്പൈസസിലെല്ലാം ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ടെർമറിക് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിൽ, പെപ്പർ എല്ലാം വരും. മെയിൻ ആയിട്ടുള്ള പോർട്ട് എന്ന് പറയുന്നത് മുസിറീസ് പോർട്ടാണ്. മുസിറീസ് എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്ന പോർട്ടാണ്. മുസിറീസ് പോർട്ട് വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. എനിവേ, ഫസ്റ്റ് വന്ന ആൻഷ്യൻ ഗ്രീക്ക് ആൻഡ് റോമൻസിൽ ഗ്രീക്ക് റോമൻസ് മെയിനായിട്ടും ജിഞ്ചർ, ടെർമറിക്, പെപ്പറും ഒക്കെ ആയിട്ടുള്ള റിലേഷൻസ് ആണ്. ഇതിൽ പെപ്പർ അറിയപ്പെടുന്ന യവനപ്രിയ എന്നാണ് അറിയപ്പെടുന്നത്. വെച്ചാൽ യവനന്മാരെന്ന് പറയുന്നത് ഗ്രീക്ക് ആൾക്കാരെയാണ് യവനൻസ് എന്നറിയപ്പെടുന്നത്. അപ്പം യവനന്മാരുടെ പ്രിയപ്പെട്ട വിഭവം എന്നുള്ള രീതിയിലാണ് പെപ്പറിനെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തമിഴ് ലിറ്ററേച്ചറിലാണെങ്കിൽ മകനാനൂറിൽ, പുറനാനൂറിലൊക്കെ റോമൻ സ്പൈസസും റോമൻ ആയിട്ട് നമ്മുടെ രാജ്യത്തു നിന്നുണ്ടായിരുന്ന സ്പൈസ് ട്രേഡിനെ കുറിച്ചും ഒക്കെ കുറെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിയോസോക്രട്ടീസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഒരു ഡോക്ടറാണ്. അദ്ദേഹം പ്ലിനിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കിൽ ജിഞ്ചർ, ടെർമറിക് തുടങ്ങിയ സാധനങ്ങളെയെല്ലാം മെഡിസിനൽ പർപ്പസ് ആയിട്ടും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികളെയൊക്കെ പറയും, ലൈക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് പോലെ. അതുപോലെ തന്നെ അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എന്താ പറയാ കുറെ ട്രേഡ് റിലേഷൻസും അല്ലെങ്കിൽ റോമൻസുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പല റോമൻ എക്സ്റ്റാബ്ലിഷ്മെന്റിലും ബുക്സിലും ഒക്കെ കാണാൻ പറ്റും. മെഗസ്തനീസ് ഗ്രീക്ക് അംബാസഡർ ആണ്. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ ഇവിടെ വന്നിരുന്ന ആളാണ്. അദ്ദേഹവും ഇവിടെ മുസിറീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. മുസിറീസ് എന്ന് പറയുന്ന പോർട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലിനി എന്ന് പറയുന്ന ഒരു ട്രാവലർ ആണ്. അദ്ദേഹവും മുസിറീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് മുസിറീസ് ഈ റോമിൽ നിന്ന് 40 ദിവസം യാത്ര ചെയ്ത് റെഡ് സീയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മുസിറീസിൽ എത്തിച്ചേരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ റോമൻസിനുമായിട്ടുള്ള പല പിന്നെ അതുപോലെ തന്നെ കുറെ കോയിൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം റോമൻസുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് നമുക്ക് ശരിക്കും ഇവിടുന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളതാണ് അറബ്സ് എന്ന് പറയുന്നത്. അറബ്സുമായിട്ടും ട്രേഡ് റിലേഷൻ നല്ല രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കാസ്റ്റ് ഹൈറാർക്കിയാണ്. കേരളത്തിലെ കാസ്റ്റ് ഹൈറാർക്കിയും നോർത്ത് ഇന്ത്യയിലെ കാസ്റ്റ് ഹൈറാർക്കിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്.
നമ്മുടെ ഇവിടുത്തെ കാസ്റ്റ് ഹൈറാർക്കി ബ്രാഹ്മിൺസ്, നോൺ ബ്രാഹ്മിൺസ് ആൻഡ് പണിയാളാർസ് എന്ന് പറയുന്ന 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ സൊസൈറ്റി ഡിവൈഡ് ഇൻ ടു 4 അക്കോർഡിംഗ് ടു ദർ ക്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് സിറ്റുവേഷൻ ആണോ ഏത് ഇതിനാണോ ഉള്ളത് അതനുസരിച്ച് അവരുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നാണ് അവരറിയപ്പെടുന്നത്. ബ്രാഹ്മിൺസ് മെയിൻലി പ്രീസ്ലി ക്ലാസ്സസ് ആണ്, ക്ഷത്രിയ റൂളിംഗ് ക്ലാസ്സസ് ആണ്, വൈശ്യ എന്ന് പറയുന്നത് ട്രേഡേഴ്സ് കച്ചവടക്കാരാണ്, ആൻഡ് ശൂദ്രാസ് എന്ന് പറയുന്നത് സ്ലേവ്സ്. ഈ 3 ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ എന്ന് പറയുന്ന 3 കാറ്റഗറീസിനും ജോലികൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ശൂദ്രാസ് എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ബ്രാഹ്മിൺസ്, നോൺ ബ്രാഹ്മിൺസ് ആൻഡ് പണിയാളാസ് ഇത് 3 ഉണ്ടായിരുന്നത്. ഇവിടെ ബ്രാഹ്മൺ പീരീഡ് മീൻസ് ആര്യനൈസേഷൻ എന്ന് പറയാം. ബ്രാഹ്മൺ പീരീഡ് എന്ന് പറയുന്നത് ആര്യനൈസേഷൻ, ആര്യന്മാര് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിനെയാണ് ആര്യനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ആര്യനൈസേഷന് മുമ്പ് ഇവിടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണിക്കൽ സുപ്രീമസി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ വില്ലേജസ്, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന കുറേ വില്ലേജസ് ദേ യൂണിഫോംഡ്. അപ്പോൾ ആ യൂണിഫോമിറ്റി വന്നപ്പോൾ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായി. അഗ്രികൾച്ചർ ബിക്കം എക്സ്പാൻഡഡ്. Villages have to group of separate profession in the society. This profession create separate caste and subcaste. അതായത് ഒരു വില്ലേജ് അല്ലെങ്കിൽ തറ എന്നറിയപ്പെടും, അന്നത്തെ കാലത്ത് തറ എന്നറിയപ്പെടും. ഇത് ഒരു ലീഡർഷിപ്പ്, ഒരു നമ്പൂതിരിയുടെ കീഴിൽ ഒരു വില്ലേജ് ജനറേറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വേരിയൽ പ്രൊഫഷനിലുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ കൂടുതലുണ്ടാവും. അതായത് ഓരോ പ്രൊഫഷനും പിന്നീട് ഒരു കാസ്റ്റോ സബ് കാസ്റ്റോ ആയിട്ട് മാറി. ഈ കാസ്റ്റ് അല്ലെങ്കിൽ സബ് കാസ്റ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ടാണ് പിന്തുടർന്ന് പോന്നേക്കുന്നത്. ഇനി പ്രൊഫഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതായത് കൾട്ടിവേഷൻ ഗ്രൂപ്പിനെയാണ് കണക്കൻ, പറയൻ, പുലയൻ തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ കൾട്ടിവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ലോവസ്റ്റ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റിയാണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി കൾച്ചറലി വീക്ക് പൊസിഷൻ അനുഭവിക്കുന്നതും ഈ ഗ്രൂപ്പായിരുന്നു, കൾട്ടിവേഷൻ ടീമാണ്. ആൻഡ് അനിക്കുടി കാമനലാർ എന്ന് പറയുന്ന ആൾക്കാർ, അവരെന്ന് പറയുന്ന 5 ഗ്രൂപ്പാണ് ഉള്ളത്. കാർപ്പൻറ്റേഴ്സ്, ബ്ലാക്ക് സ്മിത്ത്, ഇവരാണ് ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ വേളൻ, മണ്ണാൻ, പെരുവണ്ണാൻ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് ഇതിലുള്ള ആൾക്കാർ. പെരുവണ്ണാന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെയ്യമൊക്കെ കെട്ടിയാടുന്ന ആൾക്കാരാണ് പെരുവണ്ണന്മാരെന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെളുത്തേടൻ, അതായത് അലക്കുകാർ, അങ്ങനെയുള്ളവരാണ്. അവരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു കാസ്റ്റായിട്ട് പറയപ്പെടുന്നത്. കാരണം അവർ നായർ സമുദായത്തിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നെ ചാലിയാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ത്തുകാർ. പിന്നെ തീയന്മാർ എന്ന് പറയുന്നത് ടോഡി ടാപ്പേഴ്സ്, ഈ കള്ളി എത്തുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് പ്രൊഫഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഏത് ജോലിയാണോ അവർ ചെയ്യുന്നത് ആ ജോലി അനുസരിച്ച് അവരെ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. അവർ ആ പ്രൊഫഷനിൽ വരുന്നു. അവർ ഹെറിഡിറ്ററി ആയിട്ട് ആ പണി തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു. നമ്പൂതിരിമാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിച്വലിസ്റ്റിക് സ്റ്റാറ്റസ് ആണ് അവർക്ക് മെയിനായിട്ടുള്ളത്. അതായത് പൂജ കർമ്മങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്യോഗം. എന്നാൽ അവരിൽ തന്നെ മെയിൻ സബ് കാസ്റ്റുകളുണ്ട്. അതായത് പൊതുവാളന്മാര്, കർത്താസ്, മാരാർ എന്നൊക്കെ പറയുന്ന അവരിൽ തന്നെയുള്ള സെപ്പറേറ്റ് ഗ്രൂപ്പുകളാണ്. ഇനി മരുമക്കത്തായം. മരുമക്കത്തായം എന്ന് പറയുന്നത് മാട്രിലിനിയൽ സിസ്റ്റം ആണ്. മരുമക്കത്തായം എന്ന് പറയുന്നത് മാട്രിലിനിയൽ സിസ്റ്റം മീൻസ് മദർ സെന്റേർഡ് സിസ്റ്റം ഓഫ് ദ സൊസൈറ്റി. അതാണ് മാട്രിലിനിയൽ സിസ്റ്റം. ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് 19th century ഓൺവേർഡ്സ് ആണ്. ഇൻഹെറിറ്റൻസ് ത്രൂ ദ സിസ്റ്റേഴ്സ് ആണ്. അതായത് പാരമ്പര്യം കൈമാറുന്നത് ഒരു കുടുംബത്തിലെ സഹോദരിയുടെ മക്കൾക്കായിരിക്കും. പ്രോപ്പർട്ടി ഓണർഷിപ്പ് എക്സിസ്റ്റ് ടു ദ വിമൺ ഓൺലി. ഒരു ഫാമിലിയിലെ സ്ത്രീകളെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഉണ്ടാവുന്നത്. ഒരു ഫാമിലിയിലെ സിസ്റ്റേഴ്സ് ആൻഡ് ദർ ചിൽഡ്രൻ സ്റ്റേ അറ്റ് ദ തറവാട്. ആൻഡ് ഈ സിസ്റ്റം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നായർ ഫാമിലിയിലാണ്. നെഫ്യൂ ആണ്, അതായത് മരുമക്കൾ ആണ് ഇൻഹെറിറ്റൻസ് ആയിട്ട്, തറവാട് പ്രോപ്പർട്ടിയുടെ ഇൻഹെറിറ്റൻസ് ആയിട്ട് ഉണ്ടാവുന്നത്.
അതുലൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് മൂഷക ഡൈനാസ്റ്റി, അതായത് നമ്മുടെ ഏഴിമല രാജവംശത്തിലെ മൂഷക ഡൈനാസ്റ്റി മെയിൻ ആയിട്ട് മെറ്റീരിയൽ ഈ ഒരു മാട്രിലിനിയൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് അതുലൻ പറയുന്നുണ്ട്. അതുലൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മാട്രിലിനിയൽ സിസ്റ്റത്തെ കുറിച്ച്. ആൻഡ് എൽഡർ വുമൺ ഓഫ് ദ തറവാട് നോൺ ആസ് തറവാട്ടമ്മ. തറവാട്ടമ്മയാണ് ആ കുടുംബത്തിലെ ഏറ്റവും സുപ്രീം അതോറിറ്റി ഓഫ് തറവാട് എന്ന് പറയുന്നത് തറവാട്ടമ്മയാണ്. അവരെന്ന് പറയുന്നത് എൽഡർ വുമൺ ഓഫ് ദ തറവാടാണ്. ആൻഡ് തറവാട്ട് കാർന്നവർ എന്നറിയപ്പെടുന്ന ആള് അദ്ദേഹം സൊസൈറ്റിയിലെ ഈ തറവാട്ടിലെ തന്നെ ഏറ്റവും എൽഡർ മെമ്പർ ആയിരിക്കും. അദ്ദേഹമാണ് അവിടുത്തെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ തറവാട്ട് കാർന്നവരായിരിക്കും. പക്ഷേ തറവാട്ടമ്മയായിരിക്കും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് മരുമക്കത്തായം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മരുമക്കത്തായം നമ്പൂതിരി ബ്രാഹ്മിൻസ് ഹു ഹാഡ് ബിക്കം ദ ഓണർ ഓഫ് എക്സ്റ്റൻസീവ് Brahmaswam land. They have permitted the eldest son only to marry to avoid the breaking up of property. The younger son went to Sambandham with the Nayar woman, and the son had no right to inheritance in the property of their father. The Nayar woman and their children stayed in their Taravad itself. The woman of the children of Sambandham had no right to property of their father. So the property of Nayar Taravad was inherited by the brothers and sisters of the children of sister. The system of inheritance known as Marimakkathai. അതായത് നമ്പൂതിരി ബ്രാഹ്മിൺസിന്റെ ഇടയിൽ നിലനിന്നിരുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽഡർ സണ്ണിനും മാത്രമേ അതേ കാസ്റ്റിൽ നിന്ന് മാരേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ബ്രഹ്മസം ലാൻഡ് ബ്രേക്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി, പ്രോപ്പർട്ടി ബ്രേക്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ്. യങ്ങർ സൺസിന് നായർ തറവാട്ടിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെ സംബന്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിവാഹത്തിന് സംബന്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സംബന്ധം ഈ നായർ തറവാട്ടിലെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നായർ തറവാട്ടിലെ പെൺകുട്ടി അവളുടെ വീട്ടിൽ തന്നെ താമസിക്കത്തുള്ളൂ. അതായത് തറവാട്ടിൽ തന്നെ താമസിക്കത്തുള്ളൂ. സംബന്ധത്തിലൂടെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയും അവരുടെ മക്കളുമെല്ലാം തറവാട്ടിൽ തന്നെയായിരിക്കും താമസിക്കുന്നത്. ഈ സംബന്ധത്തിലൂടെ നമ്പൂതിരി സംബന്ധം ചെയ്യുന്ന നായർ തറവാട്ടിലെ സ്ത്രീയുടെ മക്കൾക്ക് അച്ഛന്റെ സ്വത്തില് അവകാശം ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ ഈ സംബന്ധം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് നിലനിന്നിരുന്നത് നായർ തറവാട്ടിലാണ്. ഈ സംബന്ധം ചെയ്യുന്ന പുരുഷനും സ്ത്രീയും എല്ലാം സ്ത്രീയുടെ വീട്ടിൽ തന്നെയാണ് താമസം. ആ സ്ത്രീയുടെ മക്കൾക്കായിരിക്കും തറവാട്ടിലെ സ്വത്തിന്റെ അവകാശം. ഇതിനെയാണ് മരുമക്കത്തായം എന്ന് പറയുന്നത്. താങ്ക് യു എവരിവൺ. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്.